ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സ്പെഷ്യൽ നത്തോലി മീൻ പീര വറ്റിച്ചതാണേ. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് ഇതിന്. സാധാരണ നമ്മൾ മഞ്ഞ കളറിലല്ലേ മീൻ പീര ചെയ്യുക, പച്ചമുളകൊക്കെ ചേർത്തിട്ടാണ് ചെയ്യുക, മുളക് പൊടിയൊന്നും ഇടാണ്ട്. ആ റെസിപ്പി ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ സ്ക്രീനിൻ്റെ മേലെ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ, ആ ട്രഡീഷണൽ റെസിപ്പിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും. പക്ഷേ ഇത്തവണ നമുക്ക് ഈ സ്പെഷ്യൽ മീൻ പീര നല്ല അടിപൊളി ടേസ്റ്റിൽ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം. അപ്പോൾ മീൻ പീര ചെയ്യാനായിട്ട് ഞാനിവിടെ 1/2 കിലോ നത്തോലിയാണ് എടുത്തിട്ടുള്ളത്. നത്തോലി നല്ലെന്നുണ്ടെങ്കിൽ ചൂട, കൊഴുവ അങ്ങനെയും പറയും. പല സ്ഥലത്തും പല പേരായിരിക്കുമല്ലോ. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്നതിന് മുന്നാണ് കേട്ടോ 1/2 കിലോ എന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ അതിലും കുറവേ കാണത്തുള്ളൂ. നമുക്ക് ഇത്രയും കൊഴുവയ്ക്ക് ഇത്രയും തേങ്ങാപ്പീരയാണ് വേണ്ടത്. തേങ്ങാപ്പീര ഇതിപ്പോൾ ഏകദേശം അരമുറി തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. ഒത്തിരി ചെറിയ തേങ്ങയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരമുറി തേങ്ങ ഫുള്ളായിട്ട് എടുക്കാം. അപ്പം ഞാൻ എടുത്തത് ഒരു അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള തേങ്ങ ആയതുകൊണ്ട് അരമുറി ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ഈ മീനും തേങ്ങാപ്പീരയും കൂടി കാണുമ്പോൾ തന്നെ ആ ഒരു അളവ് മനസ്സിലാവുമല്ലോ, എന്തോരം മീനിന് എന്തോരം തേങ്ങാപ്പീരയാണ് വേണ്ടതെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ രണ്ടും കൂടി ഒന്നിച്ച് കാണിച്ചത് കേട്ടോ. ഒരിക്കലും നമ്മൾ തേങ്ങാപ്പീര എടുക്കുമ്പോൾ മീനിനേക്കാളും കൂടുതൽ അളവിൽ എടുക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മീൻ പീരയുടെ ആ ടേസ്റ്റ് അങ്ങ് കുറഞ്ഞു പോകും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ തേങ്ങാപ്പീരയുടെ അളവ് മനസ്സിലായല്ലോ അല്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പുളി എടുക്കാം. ഇതിലേക്ക് ഞാൻ കുടംപുളി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കുടംപുളി തന്നെയാണ് എടുക്കുന്നത്. കുടംപുളി മാത്രമല്ല, നമുക്ക് വാളംപുളി അഥവാ പിഴിപുളിയും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ 2.5 കഷ്ണം കുടംപുളി നന്നായിട്ട് കഴുകിയിട്ട് ഇതിലേക്ക് ഇടാം. എനിക്ക് പേഴ്സണലി കുടംപുളിയുടെ ടേസ്റ്റാണ് കുറച്ച് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുടംപുളി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ്, അതായത് 125 ml വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് കുതിർത്ത് വയ്ക്കാം. ഇത് നമ്മൾ പീര ഉണ്ടാക്കുന്നതിന് മുന്നേ ഒന്ന് ചെയ്ത് വെക്കാം കേട്ടോ. എന്നാലാണ് ഈ പുളിയുടെ ടേസ്റ്റൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് നമ്മളിത് മീൻ പീരയിലോട്ട് ചേർക്കുന്ന സമയത്ത് അതിലേക്കും പുളി പിടിക്കുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്കുള്ള തേങ്ങാപ്പീര ഒതുക്കിയെടുക്കാം. അപ്പോൾ ഇതിനു വേണ്ടി തേങ്ങാപ്പീര ചതച്ചെടുക്കാനായിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഇത്രയും വലിപ്പത്തിലുള്ള ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നാടൻ ഇഞ്ചിയാണ് കേട്ടോ. 2 ഇഞ്ച് വലിപ്പമുണ്ട് ഏകദേശം. ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുമ്പോൾ ഇത് ചതഞ്ഞ് വരാനായിട്ടും എളുപ്പമുണ്ടാവും. ഇനി ചെറിയുള്ളിയാണ് ചേർക്കുന്നത്. ഇത് 12 ചെറിയുള്ളി ഉണ്ട് കേട്ടോ. ചെറുതൊക്കെ അങ്ങനെ തന്നെ ഇടാം, വലുതൊക്കെ നമുക്ക് 2ആയിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ എരിവനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ 5 കാന്താരി മുളകാണ് കേട്ടോ ചേർക്കുന്നത്. നോർമലായിട്ടുള്ള ഗ്രീൻ ചില്ലി, സാധാരണ ഗ്രീൻ ചില്ലി ആയാലും മതി. ഇപ്പോൾ നോർമൽ ഗ്രീൻ ചില്ലി ആണെന്നുണ്ടെങ്കിൽ, നല്ല എരിവുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരെണ്ണമൊക്കെ ചേർത്താൽ മതി. വലിപ്പം അനുസരിച്ചിട്ട് 1 2 ഒക്കെ ചേർക്കാം. അധികം എരിവൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 3 ഒക്കെ ചേർക്കാം. ഇതിനകത്ത് നമ്മൾ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പച്ചമുളക് ഒരുപാട് ചേർക്കണ്ട കേട്ടോ. നിങ്ങൾക്കിപ്പോൾ എത്രത്തോളം എരിവ് കഴിക്കാൻ ഇഷ്ടമാണ് എന്നുള്ളതൊക്കെ അനുസരിച്ചിട്ട് ഇതിൻ്റെ ഒരു അളവിലൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ അരമുറി തേങ്ങ ചെറിയത് ചേർക്കാം. അരമുറി ഫുള്ളില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് ഏകദേശം ഒരു 1/2 ടീസ്പൂണിൽ താഴെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പിന്നീട് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് പോരാത്തത് ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം തന്നെ കുറേ ഉപ്പ് ചേർക്കണ്ട. അപ്പോൾ ഇത്രയും ചേർത്തു. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പൊടികളാണ്. അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ചേർക്കണം നമുക്ക്. അപ്പോൾ നമ്മൾ സാധാരണ ചേർക്കണ പോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒന്നും ഇതിലേക്ക് ഡയറക്റ്റായിട്ടല്ല ഇടണത്. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടാണ്, ഒന്ന് ചൂടാക്കിയിട്ടാണ് ഇടണത് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും നമുക്ക് ഇവിടെ മാറ്റി വെക്കാം. എന്നിട്ട് പൊടികളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട്. വളരെ കുറച്ച് പൊടികളല്ലേ ഉള്ളൂ, അപ്പോൾ ചെറിയൊരു പാൻ മതിയാവും. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, അതായത് എരിവില്ലാത്ത പിരിയമുളകിൻ്റെ പൊടിയും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 2 നുള്ള് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ചേർക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഒരു കുറേ ഉലുവ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻ പീരയ്ക്ക് ഒരു കയ്പ്പ് രസം വരും. അപ്പോൾ അങ്ങനെ ഒരു അബദ്ധം നിങ്ങൾ കാണിക്കരുത്. പക്ഷേ ഉലുവ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് കറക്റ്റ് പാകത്തിന് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു 2 നുള്ള് മതിയാവും. പിന്നെ ചേർക്കുന്ന ഒരു 1/4 ടീസ്പൂൺ കുരുമുളകാണ്. കുരുമുളക് നമുക്ക് എരിവിന് വേണ്ടിയിട്ടൊന്നും ചേർക്കണതല്ല, നമ്മൾ ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് ചേർക്കണം കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി പച്ചമുളക് ഇട്ടിട്ടുണ്ട്, മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുരുമുളക് കൂടി ചേർക്കുമ്പോൾ അങ്ങ് എരിവ് കൂടി പോകാൻ പാടില്ലല്ലോ. 1/4 ടീസ്പൂൺ മാത്രം കുരുമുളക്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് ചെറു തീയിൽ വെച്ചിട്ട്, ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഒരു പൊടികളുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി ചെറുതായിട്ടൊന്ന് കളറൊന്ന് ചേഞ്ചായി വരുന്നത് വരെ റോസ്റ്റ് ചെയ്യാം. വളരെ ചെറിയ തീയിൽ മതി കേട്ടോ. ഇതിനധികം സമയമൊന്നും വേണ്ട, നല്ല എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ റോസ്റ്റായി കിട്ടും. അതേപോലെ തന്നെ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകാണ്ടും നോക്കണേ. കുറച്ച് നേരം കഴിയുമ്പോൾ കണ്ടോ ഇതുപോലെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് നല്ലൊരു ഡാർക്ക് കളറായിട്ട് വരും. ഇത് നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ജാറിലേക്ക് അങ്ങ് ചേർക്കാം.
ഒന്ന് ജസ്റ്റ് എല്ലാം കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്പൂൺ വെച്ചിട്ട്. ഇനി ഇത് നമുക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ ചമ്മന്തിക്കൊക്കെ അരയ്ക്കണ ഒരു പരുവമില്ലേ, എല്ലാം നന്നായി ചതയുകയും വേണം, എന്നാൽ ഒത്തിരി അങ്ങ് അരഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ ആ ഒരു പരുവത്തിൽ നമുക്ക് ചതച്ച് ഒതുക്കിയെടുക്കാം. അത് ചിലപ്പോൾ ഒറ്റ അരക്കലിന് അങ്ങ് അതുപോലെ കിട്ടണം എന്നില്ല. ഇതിപ്പോൾ കണ്ടോ, ജസ്റ്റ് ഒന്ന് അടിച്ചതിന് ശേഷം ഇങ്ങനെയാണ് ഇരിക്കണത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ഒതുക്കി കൊടുക്കാം, എന്നിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കാം. അപ്പോൾ കണ്ടോ, ഇങ്ങനെ ഈ ഒരു പരുവത്തിൽ കിട്ടും നമുക്ക്. ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്, ഒത്തിരി അങ്ങോട്ട് അരഞ്ഞു പോയിട്ടൊന്നുമില്ല, കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഉപ്പും എരിവും ഒക്കെ നമുക്ക് ഈ സമയത്ത് നോക്കാം കേട്ടോ, ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നാലാണ് നമുക്ക് ഇനി എന്തോരം ഉപ്പ് ചേർക്കണം എന്നുള്ളതൊക്കെ അറിയാൻ പറ്റുള്ളൂ. എന്നിട്ട് നമുക്ക് മീനുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ. അപ്പോൾ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വളരെ എളുപ്പമാണ്. ഒരു മൺചട്ടി എടുക്കാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. നമുക്ക് എല്ലാം സാവധാനം മിക്സ് ചെയ്തതിനൊക്കെ ശേഷം ലാസ്റ്റ് ഫ്ലെയിം ഓൺ ചെയ്താൽ മതി. അന്നേരം ഞാൻ പറയാവേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചട്ടിയിലോട്ട് നത്തോലി മീൻ, ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ചേർക്കാം. പിന്നെ നമുക്ക് അരപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അരപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു. മീനിലേക്ക് വേണ്ടി മാത്രം ഒരല്പം, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പി പിടിപ്പിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. സ്പൂൺ വെച്ചിട്ടായാലും ചെയ്യാൻ കുഴപ്പമില്ല, കൈ വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഉപ്പ് ചേർക്കുമ്പോൾ ഒരിക്കലും കൂടിപ്പോകാൻ പാടില്ല. നേരത്തെ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല അരപ്പ്, അപ്പം അന്നേരം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്തോരം ഉപ്പ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് മാത്രം കൂടുതൽ ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ആ പുളിയും വെള്ളവും കൂടിയിട്ട് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഒരു കഷ്ണം പുളി മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് കീറിയിടുന്നുണ്ട് കേട്ടോ, ചെറിയ പീസസ് ആയിട്ട് കീറിയിടുന്നുണ്ട്. എല്ലായിടത്തേക്കും പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കീറിയിടുന്നതും നല്ലതാണ്. നിർബന്ധമില്ല ചെയ്യണമെന്ന്. നമ്മൾ നന്നായി മിക്സ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ പുളി പിടിച്ചോളും എല്ലാത്തിലേക്കും. പക്ഷെ എന്നാലും കീറിയിട്ടാലും നല്ലതാണ്. ഇപ്പോൾ പുളി വലിയ കഷ്ണങ്ങളൊക്കെ ആയിട്ട് കിടക്കുമ്പോഴേ നമുക്ക് ലാസ്റ്റ് എടുത്ത് മാറ്റാനായിട്ട് സൗകര്യമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക, കീറിയിടണമെങ്കിൽ കീറിയിടുക, അല്ലെങ്കിൽ വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ ഇടുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഒതുക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഒരു മീഡിയം തീയിൽ വെക്കുക, ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുള്ള വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് 125 ml വെള്ളമാണ്, അതായത് 1/2 ഗ്ലാസ് വെള്ളം. വേറെ എക്സ്ട്രാ വെള്ളം ഒന്നും നമ്മളിതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടില്ല. കൂടുതൽ വെള്ളം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ മീൻ പീരയുടെ ടേസ്റ്റും ഒക്കെ പോയി പോവും. അതേപോലെ തന്നെ അങ്ങ് ഉടഞ്ഞ് കുഴഞ്ഞ് ആകെ ഒരു അവിയൽ പരുവായി പോവും. നമുക്ക് ഇത്തിരി ഡ്രൈ ആയിട്ട് എന്നാൽ അത്യാവശ്യം മോയ്സ്റ്റ് ആയിട്ടൊക്കെ കിട്ടുമ്പോഴല്ലേ നല്ലൊരു മീൻ പീരയുടെ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു പരുവത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും വെള്ളം മാത്രം ചേർത്താൽ മതി കേട്ടോ, കൂടുതലായിട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട. പിന്നെ മീനിൽ നിന്നും അത്യാവശ്യം വെള്ളം പുറത്തേക്ക് ഇറങ്ങും. പിന്നെ ഇതിനധികം വേവുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി വെള്ളം ഇത് കുക്ക് ചെയ്യാനായിട്ട് ആവശ്യമില്ല. അപ്പോൾ ഇതിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ അടച്ചു വെച്ച് പകുതി ഒന്ന് ആവി പോകുന്ന രീതിയിൽ അടച്ചു വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യാം. ഇതിന് മേലെ ഒന്ന് ആവി വരണ ഒരു സമയം വരെ ഇങ്ങനെ അടച്ചു വയ്ക്കാം. കുറച്ച് നേരം കഴിയുമ്പോൾ മേലോട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചൂടായി ആവിയൊക്കെ വന്ന് തുടങ്ങും. ഒത്തിരി അങ്ങ് പുകഞ്ഞിട്ടല്ല, ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ അടപ്പ് മാറ്റിയിട്ട് പിന്നീട് അങ്ങോട്ട് തുറന്ന് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത്. പക്ഷേ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മീൻ അധികം ഉടഞ്ഞ് കുഴഞ്ഞ് പോവാത്ത രീതിയിൽ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. മീൻ ഉടയുന്നത് നിങ്ങൾക്ക് പ്രശ്നമില്ല, നല്ല പൊടിയായിട്ടുള്ള മീൻ പീരയാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നല്ല ഈസി ആയിട്ട് അങ്ങ് മിക്സ് ചെയ്തോളൂ. അതല്ല മീൻ അധികം ഉടയാതെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് വറ്റി തുടങ്ങും. വെള്ളം വറ്റി തുടങ്ങും തോറും നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. മീനൊക്കെ ഇപ്പോൾ ഓൾമോസ്റ്റ് വേവാവാറായിട്ടുണ്ട്, വെള്ളവും നല്ലോണം വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറേ നേരം ഇങ്ങനെ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് വന്നു തുടങ്ങും. അന്നേരം നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് പോരാൻ തോന്നുകയാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്, എരിവും എല്ലാം കറക്റ്റാണ്. മീനൊന്നും അങ്ങനെ ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോയിട്ടില്ല, എന്നാൽ കുറച്ചൊക്കെ ഉടഞ്ഞ് കിടപ്പുണ്ട്. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. കുറച്ച് ഉടഞ്ഞിട്ടും കുറച്ച് ഉടയാതെയും കിടക്കുമ്പോഴാണ് മീൻ പീരയുടെ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റുക. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്നാലും ലാസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഇരുന്നിട്ട് തന്നെ ഇത് കുറച്ചും കൂടി ഒന്ന് വറ്റും കേട്ടോ, കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആവും. അന്നേരം ഒന്നും കൂടി ടേസ്റ്റ് കൂടും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. ട്രഡീഷണൽ ആയിട്ടുള്ള മീൻ പീരയ്ക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഇതിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സ് ഒക്കെ എന്നെ അറിയിക്കുക.
കമൻറ്റ് ചെയ്യുക, താഴെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിലും കൂടിയിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.